ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ. ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ. ശ്രീരാമ രാമ രാമ സീതാഭിരാമ രാമ. ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ. ശ്രീരാമ രാമ രാമ രാവണാന്തക രാമ. ശ്രീരാമ മമ ഹൃദി രമതാം രാമ രാമ. ശ്രീരാഘവാത്മാ രാമ ശ്രീരാമ രമാപതേ. ശ്രീരാമ രമണീയ വിഗ്രഹ നമോസ്തുതേ. നമസ്കാരം. നമ്മൾ ഇന്ന് പാരായണം ചെയ്യാൻ പോകുന്ന ഭാഗം എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ അവിച്ഛിന്ന അഭിഷേകമാണ്. ഭഗവാന്റെ അഭിഷേകം ദശരഥ മഹാരാജാവ് ഒരുക്കുന്ന സമയത്ത് കൈകേയി അത് മുടക്കുകയൊക്കെ ചെയ്യുന്ന ഭാഗമാണ് നമ്മൾ കഴിഞ്ഞ ഭാഗത്തിൽ വായിച്ചു വന്നത്. അപ്പോൾ ഭഗവാന്റെ അഭിഷേകം മുടങ്ങി ആ വനയാത്രയ്ക്ക് പോകാനായിട്ടുള്ള ഒരുക്കങ്ങളൊക്കെ നടത്തുന്ന ഭാഗമാണ് ഇനി പാരായണം ചെയ്യാൻ പോകുന്നത്. പാരായണം ഭഗവാന്റെ ആ തൃപ്പാധാര വിന്ദങ്ങളിൽ സമർപ്പിക്കുന്നു. ജയ് ശ്രീരാം. ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. അധ വിച്ഛിന്നാഭിഷേകം. അന്നേരമാദിത്യനു മുതിച്ചിടിനാൻ മന്നവൻ പള്ളിക്കുറപ്പുണർന്നീലിന്നും. എന്തൊരു മൂലമതിനെന്നു മാനസേ ചിന്തിച്ചു മന്ദമന്ദം തഥാ. മന്ത്രിപ്രവരനാകുന്ന സുമന്ദരും അന്തപുരമകം പുക്കാനതിദ്രുതം. രാജീവമിത്രഗോത്രോദ്ഭൂത ഭൂപദേ രാജരാജേന്ദ്ര പ്രവരാ ജയ ജയ. ഇത്തം നൃപനെ സ്തുതിച്ചു നമസ്കരിച്ചുദ്ധാനവും ചെയ്തു വന്ദിച്ചു നിന്നപ്പോൾ എത്രയും ഖിന്നനായി കണ്ണുനീരും വാർത്തു പൃഥ്വിയിൽ തന്നെ കിടക്കും നരേന്ദ്രനെ ചിത്താകുലതയാ കണ്ടു സുമന്ത്രരും സത്വരം കൈകേയി തന്നോട് ചോദിച്ചാൻ. ദേവനാരീ സമേ രാജപ്രിയതമേ ദേവി കൈകേയി ജയ ജയ സന്തതം. ഭൂലോകപാലൻ പ്രകൃതി പകരുവാൻ മൂലമെന്തോന്ന് മഹാരാജവല്ലഭേ ചൊല്ലുകെന്നോടെന്ന് കേട്ടു കൈകേയും ചൊല്ലിനാളാശ സുമന്ത്രരോടന്നേരം. ധാത്രീപതീന്ദ്രന നിദ്രയുണ്ടായില്ല രാത്രിയിലെന്നതു കാരണമാകയാൽ സ്വസ്ഥനല്ലാതെ ചമഞ്ഞിത് തന്നുടെ ചിത്തത്തിന് സ്വതന്ത്രത്യം ഭവിക്കയാൽ. രാമ രാമേതി ജപിക്കയും രാമനെ തന്നെ മനസ്സ് ചിന്തിക്കയും ഉദ്യൽ പ്രജാകര സേവയും ചെയ്യയാൽ അത്യന്തമാകുലനായതു മന്നവൻ. രാമനെ കാണാഞ്ഞ ദുഃഖം നൃപേന്ദ്രന് രാമനെ ചെന്നു വരുത്തുക വൈകാതെ എന്നതു കേട്ടു സുമന്ത്രരും ചൊല്ലിനാൻ. ചെന്നു കുമാരനെ കൊണ്ടുവരാമല്ലോ രാജവചനമനാകർണ്യ ഞാനിക രാജീവലോചനെ പോകുന്നതെങ്ങനെ എന്നത് കേട്ടു ഭൂപാലനും ചൊല്ലിനാൻ. ചെന്നു നീ തന്നെ വരുത്തുക രാമനെ. സുന്ദരനായൊരു രാമകുമാരനാം നന്ദനൻ തന്മുഖം വൈകാതെ കാണണം എന്നതു കേട്ടു സുമന്ത്രരുടെ ഉഴറിപ്പോയി ചെന്ന് കൗസല്യാസുതനോട് ചൊല്ലിനാൻ. താതൻ ഭവാനെ
വന്നല്ലോ വിളിക്കുന്നു, സാദരം വൈകാതെഴുന്നള്ളുക വേണം. മന്ത്രി പ്രവര വാക്യം കേട്ടു രാഘവൻ, മന്ദേതരം അവൻ തന്നോടുകൂടവേ. സൗമിത്രിയോടും കരേരിരഥോപരി പ്രേമവിവശനാം താതൻ മരുവിടും. മന്ദിരേ ചെന്നു പിതാവിൻ പദദ്വയം വന്ദിച്ചു വീണു നമസ്കരിച്ചിടിനാൻ. രാമനെ ചെന്നെടുത്താലിംഗനം ചെയ്യുവാൻ ഭൂമി ബനാശു സമുദ്ധായ സംഭ്രമാൽ. ഹരേ ബാഹുക്കൾ നീട്ടിയ നേരത്തു ദുഃഖേന മോഹിച്ചു ഭൂമിയിൽ വീണതു ഭൂപനും. രാമരാമീതി പറഞ്ഞു മോഹിച്ചൊരു ഭൂമിപനെ കണ്ടു വേഗേന രാഘവൻ. താതനെ ചെന്നെടുത്താശ്ലേഷവും ചെയ്ത സാദരം തന്റെ മടിയിൽ കിടത്തിനാൻ. നാരീ ജനങ്ങൾ അത് കണ്ട അനന്തരം ആരൂഢ ശോകാൽ വിലാപം തുടങ്ങിനാർ. രോദനം കേട്ടു വസിഷ്ഠ മുനീന്ദ്രനും ഖേദേന മന്ദിരം പൊക്കിത് സത്വരം. ശ്രീരാമദേവനും ചോദിച്ചിതന്നേരം കാരണമെന്തോന്നു താത ദുഃഖത്തിന്. നേരെ പറവിൻ അറിഞ്ഞവരെന്നതു നേരം പറഞ്ഞിത് കേൾക്കിയ പുത്രിയും. കാരണം താത ദുഃഖത്തിനു നീ തന്നെ, പാരിൽ സുഖം ദുഃഖമൂലമല്ലോ നൃണാം. ചേതസി നീ നിരൂപിക്കിൽ എഴുതിനി താതന ദുഃഖ നിവൃത്തി വരുത്തുവാൻ. ഭർത്തൃ ദുഃഖോപശാന്തിക്ക് കിഞ്ചിൽ ത്വയാ കർത്തവ്യമായ ഒരു കർമ്മമെന്നായി വരും. സത്യവാദി ശ്രേഷ്ഠനായ പിതാവിനെ സത്യപ്രതിജ്ഞനാക്കിയിടുക നീയത്. ചിത്തഹിതം നൃപതീന്ദ്രനു നിർണയം പുത്രരിൽ ജ്യേഷ്ഠനാകുന്നത് നീയല്ലോ. രണ്ടുപരം അമദത്തമായിട്ടുണ്ടു പണ്ടു നിന്താതനാൽ സന്തുഷ്ട ചേതസാ. നിന്നാലെ സാധ്യമായുള്ളോന്നത് രണ്ടും ഇന്നു തരണമെന്നർത്ഥിക്കുകയും ചെയ്തേൻ. നിന്നോടതു പറഞ്ഞിടുവാൻ നാണിച്ച് ഖിന്നനായി വന്നിതു താതനറിക നീ. സത്യപാശേന സംബദ്ധനാം താതനെ സത്വരം രക്ഷിപ്പതിന് യോഗ്യൻ ഭവാൻ. പുന്നാമമാകും നരകത്തിൽ നിന്നുടൻ തന്നുടെ താതനെ ത്രാണനം ചെയ്യുകയാൽ പുത്രൻ എന്നുള്ള ശബ്ദം വിധിച്ചു ശതപത്ര സമുദ്ഭവൻ എന്നതറിക നീ. മാതൃവചനശൂലാഭിഹതനായ മേദിനി ബാലകുമാരനാം രാമനും എത്രയുമേറ്റം വിധിതനായി ചൊല്ലിനാൻ. ഇത്രയെല്ലാം പറയണമോ മാതാവേ. താതാർത്ഥമായിട്ടു ജീവനെ തന്നെയും മാതാവു തന്നെയും സീതയെ തന്നെയും ഞാൻ ഉപേക്ഷിപ്പൻ. അതിനില്ല സംശയം, മാനസേ ഖേദം അതിനില്ല എനിക്കുമേ. രാജ്യമെന്നാക്കിലും താതൻ നിയോഗിക്കൽ ത്യാജ്യമെന്നാൽ അറിക നീ മാതാവേ. ലക്ഷ്മണൻ തന്നെ ത്യജിക്കുന്നു ചൊൽകിലും തൽക്ഷണം ഞാൻ ഉപേക്ഷിപ്പെന്നറിക നീ. പാവകൻ തങ്കൽ പതിക്കണമെങ്കിലും ഏവം വിഷം കുടിക്കണമെന്നാകിലും താതൻ നിയോഗിക്കിലേതുമേ സംശയം. ചേതസി ജറ്റില്ലെനിക്കെന്നറിക നീ. താതകാര്യം അനാജ്ഞത്വമെന്നാകിലും മോദേന ചെയ്യുന്ന നന്ദനൻ ഉത്തമൻ. പിത്രാ നിയുക്തനായിട്ട് ചെയ്യുന്നവൻ മധ്യമനായുള്ള പുത്രനറിഞ്ഞാലും ഉക്തമെന്നാകിലും ഇക്കാര്യമെന്നാലെ കർത്തവ്യമല്ലെന്ന് വച്ചടങ്ങുന്നവൻ. പിത്രോർമലമെന്ന് ചൊല്ലുന്നു സജ്ജനം, യുദ്ധമെല്ലാം പരിജ്ഞാതം മയാധുന. ആകയാൽ താത നിയോഗം അനുഷ്ഠിപ്പാൻ ആകുലമേതും എനിക്കില്ല നിർണയം. സത്യം കരോമ്യഹം സത്യം കരോമ്യഹം സത്യം മയോക്തം മറിച്ചു രണ്ടായി വരാം. രാമപ്രതിജ്ഞ കേട്ടോരു കൈകേയും രാമനോട്ടാശ ചൊല്ലിടിനാളാദരാൽ. താതൻ നിനക്ക് അഭിഷേകമാർത്തമായുടനാദരാൽ സംഭരിച്ചോരു സംഭാരങ്ങൾ കൊണ്ട്
ദണ്ഡാഭിഷേകം ഭരതനു ചെയ്യണം, രണ്ടാം വരം പിന്നെയൊന്നുണ്ട് വേണ്ടുന്നു. നീ 14 സംവത്സരം കാനനേ താപസവേഷേന വാഴുകയും വേണം. നിന്നോടത് നിയോഗിപ്പാൻ മടിയുണ്ട് മന്നവാൻ. മന്നവൻ ഇന്നത് ദുഃഖമാകുന്നതും എന്നത് കേട്ടു ശ്രീരാമനും ചൊല്ലിനാൻ, ഇന്നതിനെന്തോരു വൈഷമ്യമായതു. ചെയ്യുക അഭിഷേകം ഭരതന്, ഞാനിനി വൈകാതെ പോവൻ വനത്തിനു മാധവേ. എന്തതെന്നോട് ചൊല്ലാഞ്ഞു പിതാവത ചിന്തിച്ച് ദുഃഖിപ്പതിനെന്തു കാരണം? രാജ്യത്തെ രക്ഷിപ്പതിന്നു മതിയവൻ, രാജ്യമുപേക്ഷിപ്പതിന്നു ഞാനും മതി. ദണ്ഡമത്രേ രാജ്യഭാരം വഹിപ്പത്, ദണ്ഡകവാസത്തിനേറ്റം എളുതല്ലോ. സ്നേഹമെന്നെ കുറിച്ചേറും അമ്മയ്ക്കും അദ്ദേഹമാത്രം ഭരിക്കുന്നു വിധിക്കാൽ. ആകാശഗംഗയെ പാതാള ലോകത്ത് വേഗേന കൊണ്ടു ചെന്നാക്കി ഭഗീരഥൻ. തൃപ്തി വരുത്തി പിതൃക്കൾക്ക് പൂർവം തൃപ്തനാക്കിയിടിനാൻ താതനു തന്നെ. യൗവനം നൽകി ജരാതരയും വാങ്ങി ദിവ്യന്മാരായ പിതൃപ്രസാദത്തിനാൽ. അല്പമായുള്ള ഒരു കാര്യം നിരൂപിച്ചു മൽപിതാ ദുഃഖിപ്പതിനുള്ള അവകാശം. രാഘവവാക്യമേവം കേട്ട് ഭൂപതി ശോകേന നന്ദനൻ തന്നോട് ചൊല്ലിനാൻ, ശ്രീജിതനായതികാമുകനായൊരു രാജാധവനാകും എന്നെയും വൈകാതെ. പാശേന ബന്ധിച്ചു രാജ്യം ഗ്രഹിക്ക നീ, ദോഷം നിനക്കതിനേതുമകപ്പെടാ. അല്ലായെങ്കിൽ എന്നോട് സത്യദോഷം പറ്റുമല്ലോ കുമാരാ, ഗുണാംബുധേ രാഘവ. പൃഥ്വീപതീന്ദ്രൻ ദശരഥനും പുനരുദ്ധം പറഞ്ഞു കരഞ്ഞു തുടങ്ങിനാൻ. ഹാ രാമ ഹാ ജഗന്നാഥ, ഹാ രാമ ഹാ രാമ ഹാ മമ പ്രാണവല്ലഭ. നിന്നെ പിരിഞ്ഞു പൊറുക്കുന്നതെങ്ങിനെ? എന്നെ പിരിഞ്ഞു നീ ഘോരമഹാവനം തന്നിൽ ഗമിക്കുന്നതെങ്ങനെ നന്ദന? എന്നിത്തരം പല ജാതി പറകയും കണ്ണുനീരാലോല വാർത്തു കരകയും നന്നായി മുറുകത്തഴുകയും പിന്നെ ചുട ദീർഘമായി വീർക്കയും ഖിന്നനായ ഒരു പിതാവിനെ കണ്ടുടൻ തന്നുടെ കൈയാൽ കുളിർത്ത ജലം കൊണ്ട് കണ്ണും മുഖവും തുടച്ചു രഘൂത്തമൻ. ആശ്ലേഷനീതി വാഗ്വൈഭ വാദ്യങ്ങളാൽ ആശ്വസിപ്പിച്ച അമ്മയ കോപിതന്തതാ. എന്തിനെന്താതൻ ഹൃദയൈവ ദുഃഖിക്കുന്നത്? എന്തൊരു ദണ്ഡമിതിന്നും മഹീപതേ. സത്യത്തെ രക്ഷിച്ചു കൊള്ളുവാൻ ഞങ്ങൾക്ക് ശക്തി പോരായികയുമില്ലത് രണ്ടിനും. സോദരൻ നാടും ഭരിച്ചിരുന്നിടുക സാദരം ഞാൻ അരണ്യത്തിലും വാഴുവൻ. ഓർക്കിലീ രാജ്യഭാരം വഹിക്കുന്നത് സൗഖ്യമേറും വനത്തിങ്കൾ വാണിടുവാൻ. ഏതുമേ ദണ്ഡമില്ലാതെ കർമ്മം മമ മാതാവെനിക്ക് വിധിച്ചത് നന്നല്ലോ. മാതാവ് കൗസല്യ തന്നെയും വന്ദിച്ചു മൈഥിലിയോടും പറഞ്ഞിനി വൈകാതെ പോവതിനായി വരുന്നേനെന്നരുൾ ചെയ്തു ദേവനും. മാതൃഗേഹം പുക്കത് നേരം ധാർമ്മികയാകിയ മാതാസു സമ്മതം ബ്രാഹ്മണരെ കൊണ്ട് ഹോമപൂജാദികൾ പുത്രാഭ്യുദയത്തിനായി കൊണ്ടു ചെയ്യിച്ച് വിത്തമദീപദാനങ്ങൾ ചെയ്താതരാൽ ഭക്തിയായി കൊണ്ട് ഭഗവൽ പാദാംബുജം ചിത്തത്തിൽ നന്നായി ഉറപ്പിച്ചിളകാതെ നന്നായി സമാധി ഉറച്ചിരിക്കുന്നേരം ചെന്നൊരു പുത്രനെയും കണ്ടതില്ലല്ലോ. അംബികെ ചെന്ന് കൗസല്യയോടന്നേരം സന്തോഷമോട് സുമിത്ര ചൊല്ലിടിനാൾ. രാമനുപാഗതനായത് കണ്ടീലേ ഭൂമി ബാലപ്രിയെ നോക്കിയിടുകന്നപ്പോൾ വന്ദിച്ചു നിൽക്കുന്ന രാമകുമാരനെ മന്ദേതരം മുറുകെ പുണർന്നിടിനാൾ. പിന്നെ മടിയിലിരുത്തി നെറുകയിൽ നന്നായി മുകർന്നു കുതൂഹലാൽ ഇന്ദീവരദള ശ്യാമകളേബരം മന്ദമന്ദം തലോടി
പറഞ്ഞിടിനാൾ. എന്റെ മകനെ മുഖാംബുജം വാടുവാൻ ബന്ധമുണ്ടായത് ഭാരം വിശക്കയോ? വന്നിരുന്നിടൂ പൂജിപ്പതിനാശു നീ എന്നു മാതാവ് പറഞ്ഞോരനന്തരം വന്ന ശോകത്തെ അടക്കി രഘുവരൻ തന്നുടെ മാതാവിനോട് അരുളി ചെയ്തു. ഇപ്പോൾ ഭുജിപ്പാൻ അവസരമില്ലമ്മേ. ക്ഷിപ്രം അരണ്യവാസത്തിന് പോക്കണം. മുൽപ്പാടു കേകേ പുത്രിയാം അമ്മയ്ക്ക് മൽപിത 2 വരം കൊടുത്തിടിനാൻ. ഒന്നു ഭരതനെ വാഴിക്കുന്നതും എന്നെ വനത്തിനയക്കുന്നു മറ്റേതും. തത്ര 14 സംവത്സരം വസിച്ചത്ര വന്നിടുവാൻ പിന്നെ ഞാൻ വൈകാതെ സന്താപമേതും മനസ്സിലുണ്ടാകാതെ സന്തുഷ്ടയാ വസിച്ചിടുക മാതാവും. ശ്രീരാമവാക്യമേവം കേട്ട കൗസല്യ പാരിൽ മോഹിച്ച് വീണിടിനാൾ. പിന്നെ മോഹം തീർന്നിരുന്നു. ദുഃഖാർണവം തന്നിൽ മുഴുകി കരഞ്ഞുടൻ തന്നുടെ നന്ദനൻ തന്നോട് ചൊല്ലിനാൾ. ഇന്നു നീ കാനനത്തിന് പോയിടുകിൽ എന്നെയും കൊണ്ടുപോകണം മടിയാതെ. നിന്നെ പിരിഞ്ഞാക്ഷണാർത്ഥം പൊറുക്കുമോ? ദണ്ഡകാരണ്യത്തിനാശു നീ പോകിൽ ഞാൻ ദണ്ഡധരാലയത്തിനു പോയിടുവൻ. പൈതലേ വേറിട്ടു പോയ പശുവിനുള്ളാധി പറഞ്ഞറിയിച്ചിടരുതല്ലോ. നാടുവാഴേണം ഭരതനെന്നാകിൽ നീ കാടുവാഴേണമെന്നുണ്ടോ വിധിമതം? എന്തു വിഴച്ചതു കൈകയോടു നീ ചിന്തിക്ക ഭൂവനോടും കുമാരാബലാൽ. താതനും ഞാനും ഒക്കും ഗുരുത്വം കൊണ്ട് ഭേദം നിനക്ക് ചറ്റില്ലെന്ന് നിർണയം. പോകണമെന്ന് താതൻ നിയോഗിക്കിൽ ഞാൻ പോകരുതെന്ന് ചെറുക്കുന്നതുണ്ടല്ലോ. എന്നുടെ വാക്യത്തെ ലംഘിച്ചു ഭൂപതി തന്നുടെ വാചാഗമിക്കുന്നതാകിലോ. ഞാനുമൻ പ്രാണങ്ങളെ ത്യജിച്ചിടുവൻ. മാനവവംശം ഇന്നേ മുടിഞ്ഞു പോം. തത്ര കൗസല്യാവചനങ്ങളിങ്ങനെ ചിത്തതാവേന കേട്ടോരു സൗമിത്രിയും ശോകരോക്ഷങ്ങൾ നിറഞ്ഞ നേത്രാഗ്നിന ലോകങ്ങളെല്ലാം ദഹിച്ചു പോകും വണ്ണം രാഘവൻ തന്നെ നോക്കി പറഞ്ഞിടിനാൻ. ആകുലമെന്തിതു കാരണമുണ്ടാവാൻ? ഭ്രാന്തചിത്തം ജഡം വൃദ്ധം മധൂജിതം ശാന്തേതരം ത്രപാഹീനം ഷഡപ്രിയം. ബന്ധിച്ചു താതനെയും പിന്നെ ഞാൻ പരിബന്ധികളായുള്ളവരെയും ഒക്കവേ അന്തകൻ വീട്ടിനയച്ച അഭിഷേകം ഒരന്തരം കൂടാതെ സാധിച്ചു കൊള്ളുവൻ. ബന്ധമില്ലേതും ഇതിന് ശോകിപ്പതിനന്തർമുതാവസിച്ചിടുക മാതാവേ. ആര്യപുത്രാഭിഷേകം കഴിച്ചിടുവാൻ ശൗര്യം എനിക്കതിനുണ്ടെന്ന് നിർണയം. കാര്യമല്ലാത്തത് ചെയ്യുന്നതാകില ആചാര്യനും ശാസനം ചെയ്യുന്നതേവരൂ. ഇത്തം പറഞ്ഞ് ലോകത്രയം ദൃശാദഗ്ധമാമാറ സൗമിത്രി നിൽക്കും നേരം മന്ദഹാസം ചെയ്ത മന്ദേതരം ചെന്ന് നന്ദിച്ചു കാഠമായി ആലിംഗനം ചെയ്ത സുന്ദരൻ ഇന്ദിരാ മന്ദിരവത്സലൻ ആനന്ദ സ്വരൂപൻ ഇന്ദിര വിഗ്രഹൻ ഇന്ദീവരാക്ഷൻ ഇന്ദ്രാദി വൃന്ദാരക വൃന്ദവന്ധ്യാംഗ്രിയുഗ്മാരവിന്ദൻ പൂർണ്ണ ചന്ദ്രബിംബാനൻ ഇന്ദുചൂടപ്രിയൻ മന്ദാരു വൃന്ദമന്ദാരതാരൂപമൻ. ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ കൃഷ്ണ